നമസ്കാരം. നിരവധി അസാധ്യ കലാകാരന്മാർ അണിനിരക്കുന്ന 21ാമത് കേരള ബാംബു ഫെസ്റ്റ് കൊച്ചി മറൈൻ ഡ്രൈവിൽ വെച്ച് നടക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ പി രാജീവാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. നമുക്ക് ഈ ചടങ്ങിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ എന്താണെന്ന് അറിയാം. നമുക്കറിയാം, എല്ലാ വർഷവും ബാംബു ഫെസ്റ്റ് നഗരത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആകർഷകമായ ഒരു എക്സിബിഷനാണ്. ബാംബു ഉൽപ്പന്നങ്ങൾ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാനും അതിലൂടെ നമ്മുടെ സമൂഹത്തിന് വലിയൊരു സന്ദേശം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് സംസ്ഥാന വ്യവസായ വകുപ്പ് ഇത്തരമൊരു പദ്ധതിയുമായി കടന്നു വന്നിട്ടുള്ളത്. വളരെ ചെറുതായി തുടങ്ങിയ ബാംബു ഫെസ്റ്റ് ഇന്ന് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ഭൂട്ടാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള അവരുടെ ആർട്ടിസാൻസിൻ്റെ, അവിടുത്തെ ഗവൺമെൻറ്റുകളുടെ എല്ലാം സഹകരണത്തോടു കൂടി വലിയ ശ്രദ്ധ നേടുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. എല്ലാ വർഷവും വൈവിധ്യം കൊണ്ടും ഏറെ പ്രത്യേകതകൾ, പുതിയ പ്രൊഡക്ട്സ് ആണെങ്കിലും നമ്മുടെ ഡെയിലി നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഓരോ ഉൽപ്പന്നങ്ങളും അത് വളരെ മനോഹരമായി ഈ ആർട്ടിസ്റ്റുകളുടെ കൈവിരുത് കൊണ്ട് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ പ്രത്യേകം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ബാംബു കോർപ്പറേഷനും വ്യവസായ വകുപ്പും ചെയ്തു വരുന്നത്. ബാംബു എന്ന് പറയുമ്പോൾ ഒരു ഇക്കോ ഫ്രണ്ട്ലി ആൻഡ് ഡിസാസ്റ്റർ റെസിസ്റ്റൻറ്റ്, നമ്മൾ 2018-19 ഫ്ലഡ്സിലെല്ലാം അതിൻ്റെ ഒരു ലെസണായിട്ട് നമ്മൾ കണ്ടത് ബാംബു ബേസ് ചെയ്ത് ചെയ്യുന്ന ഹൗസസ് എങ്ങനെ ഒരു ഡിസാസ്റ്റർ റെസിസ്റ്റൻ്റ് ആയിരിക്കും, ആൻഡ് ഹൗ ബാംബു കൾട്ടിവേഷൻ വിൽ ഹെൽപ്പ് ഇൻ മിറ്റിഗേറ്റിംഗ് ലാൻഡ് സ്ലൈഡ്സോ മണ്ണിടിച്ചിലോ ഇങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സോ മെനി ഇമ്പോർട്ടൻറ്റ് ബെനിഫിറ്റ്സ് ഒരു ബാംബു ബേസ് ഇക്കോസിസ്റ്റത്തിൽ ഉണ്ടെന്ന് നമുക്ക് കുറേ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. 21ാമത് കേരള ബാംബു ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് അവറുകളെ ക്ഷണിക്കുകയാണ്. ബാംബു ഫെസ്റ്റ് 21ാമത്തെ എഡിഷൻ ഉദ്ഘാടനം ചെയ്തതായി ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയാണ്. ഉദ്ഘാടനം ചെയ്ത് ഞങ്ങൾ അകത്തേക്കൊന്ന് കയറി നമ്മളോടൊപ്പം ഇത്തവണ സഹകരിക്കുന്ന ഭൂട്ടാൻ, അതാണ് ഇത്തവണത്തെ സവിശേഷത. ഭൂട്ടാൻ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അപ്പോൾ അവരുടെ സ്റ്റാള് ഒന്ന് സന്ദർശിക്കുകയുണ്ടായി. രാജ്യത്തും ഇന്ന് 10 സംസ്ഥാനങ്ങളുടെ സ്റ്റാളുകളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. IIM ഇൻഡോറിൻ്റെ ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സ്റ്റഡി, ബാംബു എങ്ങനെ വാല്യൂ അഡീഷൻ വഴി, ബ്രാൻഡിങ് വഴി എങ്ങനെ കൂടുതൽ ലാഭമുണ്ടാക്കാൻ, കൂടുതൽ വരുമാനമുണ്ടാക്കാൻ കഴിയും എന്നൊരു സ്റ്റഡി അദ്ദേഹം 1 ഡിസ്ട്രിക്ട് 1 പ്രോഗ്രാമിൻ്റെ ഭാഗമായി നടത്തിയിട്ടുണ്ട്. ഹാസ് കണ്ടക്ടഡ് എ ഡീറ്റെയിൽ സ്റ്റഡി ഹൗ ടു എൻഹാൻസ് ദ റവന്യൂ ഓഫ് ദ ഫാമേഴ്സ് ആൻഡ് ഓൺട്രപ്രനേഴ്സ്. അപ്പോൾ അത് നമുക്കും അത്തരം കാര്യങ്ങൾ നോക്കാം. അതുപോലെ ഒന്ന് എങ്ങനെ ബ്രാൻഡ് ചെയ്യാം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, ഇതെല്ലാമാണ് ബാംബു മിഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ചുമതല. ബാംബു മേഖലയിൽ പരമ്പരാഗത രംഗത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ നേരിടുന്നുണ്ടെങ്കിലും ഈ പുതിയ സാധ്യതകളാകെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയും. ബാംബു മിഷൻ വളരെ മികച്ച രീതിയിലാണ് ഈ പ്രവർത്തനങ്ങൾക്ക് ആകെ നേതൃത്വം നൽകുന്നത്. പരിമിതികളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ബാംബു കോർപ്പറേഷനും ചെയർമാൻ TK മോഹൻ്റെ നേതൃത്വത്തിൽ ഈ പ്രതിസന്ധി ഘട്ടത്തിലും നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരും ശ്രമിക്കുന്നുണ്ട്. ഇത്തവണത്തെ എക്സിബിഷൻ ആദ്യം ഞങ്ങൾ കിൻഫ്രയുടെ കാക്കനാട്ടേക്ക് തന്നെ ആക്കിയാലോ എന്നൊരു ആലോചന ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണ ഉദ്ഘാടനം ചെയ്തപ്പോൾ MLAയും മേയറും ഒരേപോലെ പറഞ്ഞു, ഇത് അങ്ങോട്ട് പറ്റില്ല, ഇവിടെ തന്നെ വേണം, എക്സിബിഷൻ ബാക്കിയൊക്കെ അവിടെ നടന്നോട്ടെ, ഇതിവിടെ തന്നെ വേണമെന്ന് അവർ രണ്ടുപേരും ഒരേപോലെ തന്നെ ആവശ്യപ്പെടുകയുണ്ടായി. അതുകൊണ്ടാണ് ഇത്തവണയും മറൈൻ ഡ്രൈവിൽ തന്നെ ആകാമെന്ന് കരുതിയത്.
ആദ്യം ടൗൺ ഹാളിലായിരുന്നു ഈ എക്സിബിഷൻ. ടൗൺ ഹാളിൽ നിന്ന് പിന്നെ അത് പോരാ എന്നതിലേക്ക് വളർന്നു. അപ്പോഴാണ് വലിയ ഗ്രൗണ്ടിലേക്ക് എത്തിയത്. കോവിഡിൻ്റെ 2 വർഷം നമുക്ക് കുറച്ച് പരിമിതി ഉണ്ടായി. ചിലതൊക്കെ ഓൺലൈനായിട്ടും ലിമിറ്റഡ് ആയിട്ടാണ് പിന്നീട് നടത്തിയത്. ഇപ്പോൾ വലിയ ഡിമാൻഡാണ് ബാംബു ഫെസ്റ്റിവലിനുള്ളത്. നല്ല രീതിയിലുള്ള വിൽപ്പനയും നടക്കുന്നുണ്ട്. എങ്ങനെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട തൊഴിലാളികളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയും, അതിന് എങ്ങനെ ഇത് കുറേ കൂടി ബ്രാൻഡ് ചെയ്യാൻ കഴിയും, പുതിയ പുതിയ ഉൽപ്പന്നങ്ങളിലേക്ക് എങ്ങനെ എത്താൻ കഴിയും, ഇതാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പരമ്പരാഗത മേഖലയ്ക്ക് പോകുന്ന പോലെ അങ്ങനെ പോകാൻ പറ്റില്ല. അതിൻ്റെ ഒരു പരിമിതി സർക്കാർ തന്നെ പണം കൊടുക്കുന്നു, സർക്കാർ തന്നെ പിന്തുണയ്ക്കുന്നു, സർക്കാർ തന്നെ ഉൽപ്പന്നം വാങ്ങിക്കുന്നു. അങ്ങനെ ഒരു സിസ്റ്റവും ഒരു ഘട്ടം കഴിഞ്ഞാൽ മുന്നോട്ട് പോയില്ല. കയറായാലും കാഷ്യൂ ആയാലും ബാമ്പു ആയാലും ഒരു പ്രതിസന്ധി തന്നെയാണ്. സർക്കാർ ഇടപെടുക, പിന്തുണയ്ക്കുക, മാർക്കറ്റിന് ആവശ്യമായ രൂപത്തിൽ പുതിയ പുതിയ ഉൽപ്പന്നങ്ങളിലേക്ക് വരിക. അതെങ്ങനെ പണ്ടത്തെ പോലെ ഒരു ഉൽപ്പന്നം തന്നെ ബ്രാൻഡ് ചെയ്യുമ്പോഴൊരു വാല്യൂ കൂടും. കരകൗശല വിദ്യകളുടെ മഹനീയ കലവറയാണ് ബാംബു ഫെസ്റ്റുകൾ പോലുള്ള ഇത്തരം ചടങ്ങുകൾ. ഇത്തരം ചടങ്ങുകൾ നമ്മുടെ സർക്കാരിന് ഇനിയും സംഘടിപ്പിക്കാൻ കഴിയട്ടെ. കഴിവുള്ള കലാകാരന്മാർ ഉയർന്നു വരട്ടെ.